ഫുട്ബോൾ ലോകത്തെ വീണ്ടും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഇതാ മറ്റൊരു ഇതിഹാസ താരം കൂടി ലോകകപ്പിനോട് വിട പറഞ്ഞിരിക്കുന്നു. 2026 ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിന് എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്ത് സ്പെയിൻ ക്വാർട്ടർ ഫൈനൽ പ്രവേശിച്ചിരിക്കുകയാണ്. നെയ്മറുടെ വിരമിക്കലിന് പിന്നാലെ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെ നെഞ്ച് തകർത്തുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് കനവുകളും ഇവിടെ അവസാനിക്കുകയാണ്. 41 വയസ്സിൽ തൻ്റെ അവസാന ലോകകപ്പ് കളിച്ച CR7 ഒടുവിൽ കിരീടമില്ലാത്ത കണ്ണീരോടെ മൈതാനം വിടേണ്ടി വന്നു. എന്താണ് ആ ഇബീരിയൻ ഡെർബിയിൽ സംഭവിച്ചത്? നമുക്ക് വിശദമാക്കി പരിശോധിക്കാം. മത്സരത്തിന്റെ തുടക്കം മുതൽക്ക് ഇരു ടീമുകളും കട്ടക്ക് കട്ട പോരാട്ടമാണ് പുറത്തെടുത്തത്. ഒരു വശത്ത് പോർച്ചുഗലിന്റെ ആക്രമണ നിരയെ തടയാൻ സ്പാനിഷ് പ്രതിരോധം കഠിനമായി ശ്രമിച്ചപ്പോൾ മറുവശത്ത് പോർച്ചുഗൽ ഗോൾ കീപ്പർ ഡിയാഗോ കോസ്റ്റയുടെ തകർപ്പൻ സേവുകളാണ് ടീമിനെ പലപ്പോഴും രക്ഷിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സ്പാനിഷ് ഡിഫൻഡർമാർ കർശനമായ മാർക്കിംഗ് ആണ് ഏർപ്പെടുത്തിയിരുന്നത്. പോർച്ചുഗൽ നിരന്തരം അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും സ്പെയിനിന്റെ ബോക്സിനുള്ളിൽ വെച്ച് അവയൊന്നും ഗോളാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചില്ല. കളി 90 മിനിറ്റും പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയായിരുന്നു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് എല്ലാവരും ഉറപ്പിച്ച നിമിഷം. എന്നാൽ കഥ മാറിയത് ഇഞ്ചുറി ടൈമിലാണ്. മത്സരത്തിന്റെ 91 മിനിറ്റിൽ പോർച്ചുഗൽ ഡിഫൻസിന് പറ്റിയ ഒരു ചെറിയ പിഴവ് മുതലെടുത്ത് സ്പെയിൻ താരം മിക്കേൽ മെറീനോ ആ നിർണായക ഗോൾ നേടി. സ്റ്റേഡിയത്തെ മുഴുവൻ നിശബ്ദമാക്കിക്കൊണ്ട് മെറീനോയുടെ ഷോട്ട് പോർച്ചുഗൽ വലയിൽ പതിച്ചപ്പോൾ അത് കേവലം ഒരു ഗോൾ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ മുഴുവൻ ലോകകപ്പ് പ്രതീക്ഷകളെയാണ് തല്ലിക്കെടുത്തിയത്. ശേഷിച്ച മിനിറ്റുകളിൽ സമനിലക്കായി പോർച്ചുഗൽ സർവശക്തിയും എടുത്ത് പോരാടിയെങ്കിലും സ്പാനിഷ് കോട്ട തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ സ്പെയിൻ 1-0 ഗോളുകൾക്ക് ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തു. ഇത് തോൽവിയോടെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അധ്യായത്തിനാണ് തിരശ്ശീല വീഴുന്നത്. ഇത് തൻ്റെ അവസാന ലോകകപ്പ് ആയിരിക്കുമെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 5ലധികം ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ലോകകപ്പ് കിരീടം എന്ന തൻ്റെ ആജീവനാന്ത സ്വപ്നം ബാക്കി വെച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. ടൂർണമെന്റിലുടനീളം പകരക്കാരനായി പലപ്പോഴും ബെഞ്ചിലിരിക്കേണ്ടി വന്ന റാമോസിനെ അവസാന നിമിഷങ്ങളിൽ ഇറക്കിയിട്ടും കളി തിരിച്ചു പിടിക്കാൻ പോർച്ചുഗലിനായില്ല. മത്സരശേഷം കണ്ണീരോടെ ടണലിലേക്ക് നടന്നു നീങ്ങുന്ന റൊണാൾഡോയുടെ ചിത്രം ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ എന്നും ഒരു നൊമ്പരമായി അവശേഷിക്കും. വമ്പൻ ജയത്തോടെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച സ്പെയിൻ ഇനി കരുത്തരായ ബെൽജിയത്തെയാണ് നേരിടാൻ പോകുന്നത്. പോർച്ചുഗലും ബ്രസീലും ഒക്കെ പുറത്തായ ഈ ലോകകപ്പിൽ ഇത്തവണ ആരെ മുത്തമിടണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? റൊണാൾഡോയുടെ ഈ കണ്ണീരോടെയുള്ള മടക്കത്തെക്കുറിച്ച് ഒരു ആരാധകൻ എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യൂ. ഫുട്ബോൾ ലോകത്തെ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.